എവിടെ ചെന്നാലും ഫുള്ള് കഞ്ചാവിൻ്റെ മണമാണ് എന്തായാലും. ഇതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ലേക്കുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോയി ഇപ്പോൾ ഫുഡ് കഴിച്ചാലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ ലേക്കിൻ്റെ വ്യൂ ആസ്വദിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോവാണ് നമ്മൾ. മെയിൻ റിവർ എന്നാണ് ഈ റിവറിൻ്റെ പേര്. അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇത് ടൂറിസ്റ്റുകളെ ഇങ്ങനെ കൊണ്ടുവന്ന് ബോട്ടാന്ന് തോന്നുന്നുണ്ട്. റോംബർഗ് എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്, ഒരു ഓൾഡ് ടൗൺ പോലത്തെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് നമ്മൾ. പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ബോട്ടൊക്കെ ഇറക്കുന്നുണ്ട് വെള്ളത്തിലേക്ക്. വലിയ വലിയ കപ്പലുകളൊക്കെ പോകുന്നുണ്ട് ഈ റിവറിൽ കൂടെ. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക്. അവിടെ ദൂരെ ഒരു പാലം കാണാം, നല്ല തിരക്കും കാണാം ആ പാലത്തിൽ. നമുക്ക് നോക്കാം എന്താണ് ഉള്ളതെന്ന്. ഇതാണ് ഇവിടുത്തെ ഐസർണർ ബ്രിഡ്ജ് ഫ്രാങ്ക്ഫർട്ടിലെ. ഇതെന്തോ ആൾക്കാർ മറ്റേ ലവ് ലോക്കൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. എന്തായാലും നമുക്ക് മേളിൽ കയറി നോക്കാം. ഫുള്ള് താഴെ ഇട്ടിരിക്കുകയാണ്. എനിക്കൊന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ കട്ട് ചെയ്ത് കളയുന്നുണ്ടാവും കുറച്ച് താഴെകളൊക്കെ. ഫുള്ള് ഇതേപോലെ ലോക്കാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ലവ് ലോക്ക് ബ്രിഡ്ജ് ഒക്കെ കണ്ട് ഇനിയിപ്പോൾ നമ്മൾ നൈസിന് റോംബർഗ് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരു ഓൾഡ് ടൗൺ ആണ്. എന്തായാലും ഇപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടുന്നതിന് പിന്നെ അവിടെയും കൂടെ ഒന്ന് കാണണം. അവിടെ എന്തോ പള്ളികളൊക്കെ ഉണ്ട് വലിയ. ഈ പാലത്തിൻ്റെ മേളിൽ കയറിയാൽ നമുക്ക് അത്യാവശ്യം ഫുൾ ഏകദേശം ഈ ടൗണിൻ്റെ ഒരു കിണ്ണൻ വ്യൂ കാണാൻ പറ്റും. ഇവിടെ ആൾക്കാരൊക്കെ ഈ ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കെന്തായാലും റോംബർഗിലേക്ക് പോവാം. എന്തായാലും ബോട്ടിൽ കയറണമെന്ന് നടക്കൂല. നെക്സ്റ്റ് ടൈം എന്തായാലും നമുക്ക് ബോട്ടിലൊക്കെ കയറി അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം എന്തായാലും നമുക്ക് ടൈമില്ല. അങ്ങനെ നമ്മൾ റോംബർഗ് സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പഴയ മോഡല് ജർമ്മൻ ബിൽഡിങ്ങുകൾ. പക്ഷേ ഇത് അതിൻ്റെ കൂടെ പുതിയത് ഇവർ പിന്നെ എന്താ പറയുക, ഒരു പൊളിഞ്ഞു പോയിട്ട് അതേപോലെ തന്നെ വീണ്ടും പണിത് മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അക്മൽ ഇങ്ങനത്തെ കുറേ ബിൽഡിങ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ അറ്റത്താണ് ഭയങ്കര തിരക്ക് കാണുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും. ഇവിടുത്തെ കത്തീഡ്രലിൽ നിന്നൊക്കെ മണിയൊക്കെ കേൾക്കാം. ഈ ഓൾഡ് ടൗൺ സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട് ഇവിടെ. കുറേ വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ആസ് യൂഷ്വൽ എല്ലാ ജർമ്മൻ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ സോസേജാണ് മെയിനായിട്ട് കാണുന്നത്. സോസേജ് നമ്മൾ കഴിച്ചതിൽ നല്ലതും ഉണ്ട്, മോശമായ സോസേജും ഉണ്ട്. പേസ്ട്രി കട, ഐസ്ക്രീം കട ഒക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ട് ഈ സ്ട്രീറ്റിൽ. അത്യാവശ്യം വലിയ സിറ്റിയാണ്. നമുക്കിനി ഇവിടെ ഒരു ഫേമസ്, അതായത് ജർമ്മൻസിൻ്റെ ഒരു മെയിൻ ഡിഷുണ്ട്. എന്തായിരുന്നു അതിന് പറയുക? സ്നിറ്റ്സൽ. അപ്പോൾ അതിൻ്റെ ഒരു ഫേമസ് കടയുണ്ട് ഇവിടെ. ഇപ്പം 4 മണിയായിട്ടുള്ളൂ. നമുക്കപ്പോൾ ഈ സ്ട്രീറ്റൊക്കെ നടന്ന് കണ്ട് ഫേമസ് ഫുഡാണ്. ഇവരുടെ കുസിൻസിൽ ഒരുപാട് ഡിഷസ് ഒന്നും ഇല്ലെങ്കിലും അതിൽ സ്നിറ്റ്സൽ കുറച്ച് ഫേമസ് ആണ്, നല്ലതാണെന്നൊക്കെ പറയുന്ന കേട്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളൊരു പെർഫ്യൂം കടയിൽ കയറിയതാണ്. ഇവിടെ പോക്കറ്റ് പെർഫ്യൂം 5 യൂറോയ്ക്ക് കിട്ടും. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം ചെറുത് വാങ്ങിച്ചുകൊണ്ട് പോകാം. നമ്മൾ പറയുന്നതനുസരിച്ച് നിറച്ച് സെറ്റാക്കി തരും ഇവിടെ പെർഫ്യൂം. എന്തായാലും നമ്മളൊരു പെർഫ്യൂം പറഞ്ഞിട്ടുണ്ട്, 8 യൂറോ ആണ്. ഊദ് സാൻഡൽ എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ പറഞ്ഞത്. അത്യാവശ്യം നല്ല മണമുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് നോക്കാം. ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ചെറിയ പെർഫ്യൂം. അത്യാവശ്യം നല്ല മണമുണ്ട്. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മളൊരു വലിയൊരു സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു കാണാൻ. ഇവിടെ ആൾക്കാരുടെ കാരിക്കേച്ചറൊക്കെ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ തപ്പിയതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാത്രി നമുക്കിവിടുന്ന് ബസ്സുണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് അതിന് മുന്നേ തിരിച്ചു പോകണം. എന്തായാലും നമുക്ക് ആ കടയിൽ പോയി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്തായാലും പോയി അവസ്ഥ എന്താ നോക്കാം. അങ്ങനെ നമ്മൾ
കടയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കടയുടെ പേര്. ഇവിടെയാണ് ഏറ്റവും നല്ല സ്നിറ്റ്സൽ കിട്ടുക എന്നാണ് പറയുന്നത്. തുറക്ക്. ജർമ്മനി വന്നിട്ട് ഇവരുടെ മെയിൻ ആപ്പിൾ വൈനാണ്. ഇപ്പോഴാണ് ഇതൊന്ന് ട്രൈ ചെയ്യാൻ ചാൻസ് കിട്ടിയത്. അതും ഫ്രാങ്ക്ഫർട്ട് വരെ വരേണ്ടി വന്നു. നല്ല കയ്പുള്ള വൈൻ. ഓ നൈസ്. ഓക്കെ ഓക്കെ, എന്തായാലും ആ ഇത് മാറി. പക്ഷേ നോർമൽ വൈനെക്കാട്ടിലും ഭേദമാണോ? കുറവാന്ന് തോന്നുന്നു. മധുരം കുറവാ? ഓ ശരി. ഓക്കെ ഓക്കെ, എന്തായാലും ഇയാൾ കുടിച്ചു. ഓക്കെ, ഞാൻ കുടിച്ചു നോക്കാം. ഇഷ്ടപ്പെടില്ല. പക്ഷെ കുറച്ചും കൂടി ലൈറ്റാണ്, മറ്റേ ഹാർഡല്ല, കുറച്ചും കൂടി ലൈറ്റാണ്. നമുക്ക് കുടിക്കാൻ വേറെ എന്തെങ്കിലും വാങ്ങായിരുന്നു. ഓക്കെ, ഇനിയിപ്പം സ്നിറ്റ്സൽ വരും, നോക്കാം. അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് നോക്കി നടന്ന സ്നിറ്റ്സലിൻ്റെ കടയെത്തി. എന്തായാലും കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാം. ആദ്യം സ്നിറ്റ്സൽ കഴിക്കണം, പൊട്ടറ്റോ കഴിക്കണം. എനിവേ എന്തായാലും സോസ് നോക്കി കഴിക്കും. നൈസ് സോസ. എന്താ ഫെമിലിയർ ആയിരുന്നു ടേസ്റ്റ്. ആദ്യത്തെ ബൈറ്റിലൊന്നും ഫീൽ ചെയ്യില്ലെങ്കിലും പക്ഷെ കഴിക്കുമ്പോൾ നല്ല ഫീൽ, നല്ല നൈസ്. ഈ ഒരു പൊട്ടറ്റയും കൂടെ കഴിച്ചോ. ഗുഡ്. ഓക്കെ, അങ്ങനെ നമ്മളെ സക്സസ്ഫുള്ളി സ്നിറ്റ്സൽ നമ്മൾ കഴിച്ചിരിക്കുകയാണ്. കൊള്ളായിരുന്നു. അതെ, ഏകദേശം സ്നിറ്റ്സലും ആപ്പിൾ വൈനും കൂടെ നമുക്ക് ഏകദേശം ഒരു 20 euro ആണ് ആയത്. അതെ, ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ, ഇനിയിപ്പോൾ അടുത്ത അവിടുന്ന് പിന്നെ നമുക്ക് ബസ് കയറി പാരീസിലേക്കാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ന്യൂ ഇയർ പാരീസിലായിരിക്കും. അതെ, അപ്പം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പാരീസാണ്. അപ്പം എന്തായാലും ബസ് പോയി പിടിക്കട്ടെ. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രാം വന്നിട്ടുണ്ട്. ട്രാം. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഫ്ലിക്സ് ബസ്സൊക്കെ നമ്മൾ നോക്കി. ഇപ്പം കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ്. അപ്പം എന്തായാലും കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ട്. അപ്പം ഞാനൊരു ചീസ് കേക്ക് മേടിച്ചു. അക്കുമല അവിടെ എന്തോന്ന് മേടിക്കാൻ അന്വേഷിച്ച് നടക്കുകയാണ്, അറിയില്ല എവിടെയാണ്. എന്തായാലും ഞാൻ ഈ ചീസ് കേക്ക് മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്ന് കഴിച്ചു നോക്കാം. നിങ്ങളെന്തായാലും ആദ്യത്തെ റെക്കോർഡിങ്ങിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഫ്ലോപ്പ് ചീസ് കേക്ക് തോണ്ടി എറിഞ്ഞത്. അത് എവിടെയോ വീണ്, എനിക്കങ്ങ് സങ്കടമായി. ഞാൻ പ്രതീക്ഷിച്ച ടേസ്റ്റ് അല്ല. ഇനിയും എന്തായാലും കൊള്ളാം. എന്തായാലും അക്മലിപ്പോൾ വരും. അക്മൽ എന്താ മേടിച്ച് നമുക്ക് നോക്കാം കുറച്ച് മിനിറ്റ്. ഓക്കെ, ബൈ. ഇപ്പോൾ ഒരു തായ് സ്റ്റൈൽ ചോറും ചിക്കൻ കറിയാണ് ഞാൻ വാങ്ങിച്ചത്. എന്താ അവസ്ഥയെന്ന് അറിഞ്ഞില്ല. ഓക്കെ, ഓൾറെഡി ഹൗ ഇസ് ഇറ്റ്? ഓക്കെ, ചിക്കൻ കഴിച്ചു. ഇത് എത്ര യൂറോയാ? 7.
നൈസ്. ഓക്കെ. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് മാംഗോ ഫിഷ് കറി. മാംഗോ ഫിഷ് കറിയാ? സംതിങ് ലൈക്ക് ദാറ്റ്. അവിടുത്തെ ചീസ് കേക്കും തായ് ഫുഡും അങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ ഒരു 9:30 എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഇനിയിപ്പം കുറച്ചും കൂടി സമയം ഒപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ബസ് കയറി നേരെ പാരീസ് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഫ്ലിക്സ് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ യൂറോപ്പ് മുഴുവനുള്ള ഒരു ടൈപ്പ് ബസ്സാണിത്. ഇതാണ് ഫ്ലിക്സ് ബസ്. നമ്മുടെ ബസ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയിട്ട് ഇവിടെ ഇങ്ങനെ ടൈം കാണിച്ചിട്ടുണ്ടാവും. അവിടെ പോയി നമുക്ക് നോക്കി നോക്കാം എപ്പോഴാണ് നമ്മുടെ ബസ്. പാരീസ് ബേഴ്സി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ബസ് അങ്ങോട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബസ്. ഇത് ഇനി നാളെ രാവിലെ പാരീസിലെത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ തിക്കി കൂട്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാവരും ടിക്കറ്റും ആ പെർട്ടിക്കുലർ സീറ്റും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അതെ. അപ്പോൾ നമ്മൾ എന്തായാലും കയറി പോയാൽ മതി. അതുകൊണ്ട് സമാധാനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും നാളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ പാരീസ് വെച്ച് കാണാം. ഓക്കെ, ബൈ.